നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ചോദ്യം ഇതാണ്: ഇപ്പോൾ താന്ത്രികരൊക്കെ കുറവായിട്ടുള്ള ഒരു ഗ്രാമം എന്നിരിക്കട്ടെ, അതേപോലെ ബാധാസാന്നിധ്യം ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ താന്ത്രികനെ അടുത്ത് പോകാതെ തന്നെ നമ്മുടെ വീട്ടിൽ അതിനുള്ള അറുതി എങ്ങനെ ചെയ്യാം? അതായത് നമ്മുടെ പുരാണ കാലങ്ങളിലൊക്കെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ താന്ത്രികൻ്റെ അടുത്ത് പോവുക അതങ്ങനെ അല്ലായിരുന്നു. ഒരു 50% അവരവരുടെ വീട്ടിൽ അവരുടെ കാരണവന്മാർ എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശാരീരികമായിട്ടാണെങ്കിലും ഇതേപോലത്തെ നെഗറ്റീവ് ബാധാസാന്നിധ്യമാണെങ്കിലും അതിനൊക്കെ ഒരു അറുതി ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മാത്രമേ താന്ത്രികൻ്റെ സഹായം അല്ലെങ്കിൽ താന്ത്രികൻ്റെ അടുത്ത് പോകുമായിരുന്നുള്ളൂ. ഈ കാരണവന്മാർ ചെയ്യുമ്പോൾ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളും അതേപോലെ ബാധാസാന്നിധ്യങ്ങളും അറുതി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പൗരാണിക സത്ത് എന്ന് പറയാം, അത് ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ താന്ത്രികരുടെ അടുത്ത് പോകുന്നതും അവർ വലിയ ഒരു സംഭവമാക്കുന്നതും നല്ല രീതിയിൽ ധനനഷ്ടം ഉണ്ടാകുന്നതും അല്ലേ? അപ്പോൾ നമ്മുടെ വീടിൽ കാവ് ഒരു പ്രധാന ഘടകമാണ്. ആ കാവിൽ ഒട്ടുമിക്കവരുടെയും കാവിൽ പ്രാധാന്യമായിട്ടുള്ളൊരു വൃക്ഷം ഉണ്ടാവും. ശിവപ്പൂ എന്ന് പറയും. നാഗഫണത്തെ പോലെ ഉണ്ടാവും. അതിൻ്റെ നടുക്കൊരു ശിവലിംഗം പോലെയൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു വൃക്ഷമാണ് ശിവപ്പൂ എന്ന് പറയും. അപ്പോൾ ശിവപ്പൂവിൻ്റെ ഒരു കായുണ്ട്, നല്ല വട്ടത്തിന്, നല്ല മുഴുപ്പിനുണ്ടാവും, തൂങ്ങിക്കിടക്കും ധാരാളം. നമ്മളതൊരു പാഴ് വൃക്ഷമായിട്ട് പൂവിന് മാത്രം എന്തൊക്കെയോ പ്രത്യേകതകളുള്ള എന്നല്ലാതെ ഇതിൻ്റെ പ്രയോജനങ്ങൾ നമുക്കറിയത്തില്ല. ഇതിൻ്റെ കാ വളരെ ഫലപ്രദമാണ്. ഈ വൃക്ഷം എവിടെയുണ്ടോ അവിടെ ഒരിക്കലും നെഗറ്റിവിറ്റി വരത്തില്ല. പ്രത്യേകിച്ച് ബാധാസാന്നിധ്യങ്ങൾ. പ്രത്യേകിച്ച് ഇത് കാവിലൊക്കെയാണ് കൂടുതൽ വളരുന്നത്. കാവുള്ള സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വൃക്ഷം അവിടെയുണ്ട്, അവിടെ കാവൊന്നുമില്ല. ദാറ്റ് മീൻസ് പണ്ട് അവിടെ ഒരു കാവ് ഉണ്ടായിരുന്നു നമുക്ക് അനുമാനിക്കാം. കാരണം അത്രയ്ക്ക് ഫിൽട്ടറായിട്ടുള്ള സ്ഥലത്തുമാണ്, മണ്ണ് നല്ല ഫിൽട്ടറായിട്ടുള്ള സ്ഥലത്താണ് ഇത് വളരുന്നത്. അപ്പോൾ ഈ കാ ഞാൻ ഈ പറഞ്ഞ വൃക്ഷത്തിലെ വട്ടത്തിൽ നല്ല ഫുട്ബോൾ, ചെറിയൊരു ഫുട്ബോൾ എന്ന് പറയാം, ബ്രൗൺ കളറിൽ ഒരു ബാധാസാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ കാ പൊട്ടിച്ച് വെള്ളത്തിൽ കലക്കി അതുകൊണ്ട് കുളിപ്പിക്കുക. 1 2 3 മാക്സിമം. അതിനുള്ളിൽ ആ വ്യക്തി നല്ല രീതിയിൽ ഈ പറയുന്ന ബാധാസാന്നിധ്യമൊക്കെ പൂർണ്ണമായിട്ട് മാറും. നല്ല രീതിയിൽ കുളിപ്പിക്കുക. കഴുത്തിന് താഴെ കുളിപ്പിച്ചാൽ മതി. നല്ല വ്യത്യാസം പൂർണ്ണമായിട്ട് വരും. ഒരു ബക്കറ്റിൽ ആ വൃക്ഷത്തിൻ്റെ ആ ഒരു പഴം പൊട്ടിച്ച് നല്ല രീതിയിൽ അതിലിട്ട് നല്ല ഇളക്കിയതിന് ശേഷം കുളിപ്പിക്കുക. 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ
നല്ലൊരു വ്യത്യാസം വന്നിരിക്കും. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ പറയുന്ന ശിവപ്പൂ ആ വൃക്ഷം. നമ്മുടെ കാവുകളിൽ പണ്ടത്തെ കാവുകൾ, ഇന്നത്തെ കാവുകൾ എന്ന് പറയുമ്പോൾ 4 ചുറ്റിനും മതിൽ കെട്ടി വൃക്ഷങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ തനിമയാർന്ന കാവുകൾ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്നു. അവിടുത്തെ ഓരോ വൃക്ഷത്തിനും വള്ളികൾക്കും ഉണ്ട് ഔഷധ ഗുണം. പക്ഷെ ആ ഔഷധ ഗുണം ഏതൊക്കെ ചെടിക്ക് എന്തൊക്കെ ഔഷധ ഗുണം ഉണ്ടായിരുന്നു എന്നും എന്തൊക്കെ ഉണ്ടെന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ പൗരാണികമായിട്ടുള്ള കാരണവന്മാർ, അതുപോലെ സിദ്ധന്മാർ നമുക്ക് തന്ന പൈതൃകത്തിൽ ഈ പറയുന്ന ഓരോ ഔഷധ ഗുണങ്ങൾ ഉള്ള വൃക്ഷങ്ങളും വള്ളിച്ചെടികളും ഉണ്ട്. അതൊക്കെ നമുക്ക് പഴമയിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. ഇന്നും നമ്മൾ കാവുകൾ ഈ പറയുന്ന പൂവായിട്ടുള്ള വൃക്ഷങ്ങൾ വളരെ അത്ഭുതത്തോടെ കാണുന്നു എന്നല്ലാതെ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ, ബാധാദോഷങ്ങൾ അകറ്റാം. അതേപോലെ ഇതിൻ്റെ പൂക്കൾ നല്ല രീതിയിൽ വെള്ളത്തിൽ ഒരു രാത്രി ഇട്ട് കുളിച്ചാൽ നമുക്കുണ്ടാവുന്ന ക്ഷീണം ഇതൊക്കെ മാറിക്കിട്ടും. വളരെ പ്രായോഗികമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ തലമുറ ന്യൂ ജെന്നിലേക്ക് പോകുന്തോറും നമ്മുടെ പഴമ, നമ്മുടെ കാരണവന്മാർ നമുക്ക് തന്ന പൈതൃകത്തെ നാം കാത്തു സൂക്ഷിക്കണം, അതറിയാൻ ശ്രമിക്കണം. അതായത് മഴ വരുമ്പോഴല്ല കുടയെടുക്കേണ്ടത്, കുട എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. ആ ഒരു സ്ഥിതിയിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറയോട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇന്നത്തെ ന്യൂസ് ചാനൽ നമ്മൾ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും മയക്കുമരുന്ന്, അതേപോലെ നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ പുതിയ തലമുറ പല തരത്തിലുള്ള, അതായത് ഒരു സാധാരണ ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകുന്നു. അതിന് കാരണം ദൈവത്തിനോടുള്ള അവഗണനയാണ്. ദൈവവിശ്വാസം എന്ന ഒരു കാലമുണ്ടായിരുന്നു ഒരു 35 ഇയേഴ്സ് ബാക്ക്. പക്ഷേ ഇന്നതെന്തുകൊണ്ട് മാറി? അതിനൊക്കെ കാരണം നാം ആയിട്ടുള്ള രക്ഷകർത്താക്കളുടെ കൈപ്പിടിയിൽ നിന്നും മാറി എന്നുള്ളതാണ്. രക്ഷകർത്താക്കൾക്ക് അതിനുള്ള സമയമില്ല. മോനും മോളോ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട ആവശ്യമില്ല. അവരവരുടെ ബിസിനസ് ലാപ്ടോപ്പിലൊക്കെ ആവുന്നു. മാത്രമല്ല ഇപ്പോൾ എല്ലാ പിള്ളേരുടെയും കയ്യിൽ മൊബൈലുണ്ട്, പലതരത്തിലുള്ള സൈറ്റുകളുണ്ട്. അപ്പോൾ അവർ ക്രൈം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വരാതെ പൂർണ്ണമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആരോഗ്യ ഓഫീസേഴ്സിനുമായിട്ട് അറിയിക്കുക. കാരണം ആരോഗ്യവും, അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും, ആ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. നീ ചെയ്, ഞാൻ ചെയ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഓരോരുത്തർ ഈ ഒരു മണ്ണിന് ആരോഗ്യകരമായിട്ടുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മൾ പ്രതിബദ്ധരാണ്. അതുകൊണ്ട് ദൈവവിശ്വാസം, നമ്മൾ ഏത് മതസ്ഥരായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ദൈവവിശ്വാസം അത് ഓരോരുത്തരുടെയും കടമയാണ്. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്നും നമ്മളെ കാർന്നു തിന്നത്തില്ല. കാരണം ദൈവത്തിനോടുള്ളൊരു ഭീതി നമുക്ക് വേണം. എന്നാൽ മാത്രമേ
ഇനിയുള്ള കാലത്ത് നല്ല ഒരു തലമുറയെ നമുക്ക് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ അച്ഛനെ കൊല്ലുന്നു, അമ്മേനെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, ഭാര്യനെ കൊല്ലുന്നു എന്ന വാർത്ത ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടി വരും. അപ്പോൾ അതിലൊന്നും പോകാതെ ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള അശുഭമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വരുന്ന സഹോദരങ്ങൾ, അനിയന്മാർ ഉപയോഗിക്കാതിരിക്കാൻ അവരെന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യണം. എല്ലാ രീതിയിലും, ആരോഗ്യം മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അത് നമ്മൾ കാത്തു സൂക്ഷിച്ച് വെക്കൂ. അത് മറ്റുള്ളവരിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.